എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഓവനും ബീറ്ററും അതുപോലെ തന്നെ ബട്ടറും ബേക്കിങ്ങിൻ്റെ ഉപകരണങ്ങളൊന്നുമില്ലാതെ ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ മെഷറിംഗ് കപ്പൊന്നും വേണമെന്നില്ല, നമ്മുടെ വീട്ടിലുള്ള സ്പൂൺ വെച്ചിട്ടാണ് നമ്മളിത് മെഷർ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ മിക്സി ഒന്നും തന്നെ വേണമെന്നില്ല, ഒരു തടിത്തവി വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം വേണം. പാത്രം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു പ്ലേറ്റ് പോലെ ഇരിക്കുന്ന ഏത് പാത്രമായാലും മതി, നമ്മൾ ചോറൊക്കെ കൊണ്ടുവന്ന തട്ടമായാലും മതി. ആദ്യം തന്നെ നമ്മൾ പാത്രത്തിൽ കുറച്ച് എണ്ണ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് തടവിയതിന് ശേഷം ഈ പേപ്പർ ഉണ്ടെങ്കിൽ പേപ്പർ നമുക്ക് വെച്ച് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ഒന്ന് തടവിയതിന് ശേഷം കുറച്ച് പൊടിയിട്ട് ഒന്ന് തട്ടി എടുത്ത് വെച്ചാൽ മതി. നമ്മൾ കേക്ക് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് ബട്ടർ പേപ്പർ എല്ലാ സൈഡിലേക്കും ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് പഞ്ചസാര ഒന്ന് കരിച്ചിട്ട് ഒരു സിറപ്പാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടികെട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് തീ ഒന്ന് ചൂടാക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പഞ്ചസാര അടിയിൽ നിന്നും ഉരുകി വരും. അന്നേരം നമുക്ക് ഒരു തവിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഉരുകി വന്നതിന് ശേഷം മാത്രം ഇതുപോലെ ഇളക്കി കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുകി വരും. അപ്പോൾ മൊത്തം പഞ്ചസാരയും ഇതുപോലെ ഉരുകി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ ഇതൊന്ന് കട്ട കിട്ടും. അത് കുഴപ്പമില്ല, ചൂടായി കഴിയുമ്പോഴത്തേക്ക് അത് അലിഞ്ഞ് മിക്സ് ആയിക്കോളും. അപ്പോൾ കട്ടകളൊക്കെ അലിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിറപ്പ് റെഡിയാകും. അപ്പോൾ ആദ്യം തന്നെ ഇതുണ്ടാക്കിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഏലക്കായ, അതുപോലെ 1 കഷ്ണം പട്ട, 2 ഗ്രാമ്പു 2 3 നിങ്ങൾക്ക് എടുക്കാം. ഇത് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി മറ്റൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി വേണം, അത് നമ്മുടെ ജാതിക്കയാണ്. ഇവിടെ അത് കിട്ടാത്തതുകൊണ്ട് ഞാനതിൻ്റെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ജാതിക്ക കിട്ടുമെന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ പൊടിക്കാം. കൂടുതലായിട്ട് മിക്സിയിൽ പൊടിച്ചും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈ ഒരു ഇടികല്ലിലാണ് ഇത് പൊടിച്ച് എടുക്കുന്നത്. നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് നമ്മുടെ മൈദയും ഈ പൊടിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മൈദയാണ് ചേർക്കുന്നത്. 16 ടേബിൾ സ്പൂൺ മൈദയാണ് നമുക്ക് വേണ്ടത്. ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് വലിയ സ്പൂണാണ്. നിങ്ങൾക്ക് കപ്പ് അളവിലും എടുക്കാവുന്നതാണ്. കപ്പ് അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പാണ് ചേർക്കേണ്ടത്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുകയാണ്. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ്, സോഡാപ്പൊടി. അതൊരു 1/8 ടീസ്പൂൺ, അതായത് 1/4 ടീസ്പൂണിൻ്റെ പകുതി ചേർത്ത് കൊടുത്തു. പിന്നെ ഈ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടി കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ഇല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കേക്ക് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമ്മളിതിന് മുൻപ് കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇല്ലാത്ത കേക്ക്. അപ്പോൾ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ നേരത്തെ തന്നെ സോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേക്കിന്. നമ്മളിത് റമ്മിൽ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇനി നിങ്ങൾക്ക് റമ്മ് എടുക്കാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തതിന് ശേഷം മിനിമം 1 മണിക്കൂറെങ്കിലും ഓറഞ്ച് ജ്യൂസിൽ ഒന്ന് കുതിർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കോട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കേക്കിലേക്ക് ഇത് ചേർക്കുമ്പോൾ താഴേക്ക് അടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ്. അപ്പോൾ നന്നായിട്ട് കോട്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്, അതായത് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തല്ല, നോർമൽ ടെമ്പറേച്ചറിലുള്ളതാണ്. നമ്മൾ ഇതുപോലൊരു തടിത്തവി വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് തടിത്തവി വെച്ചിട്ട് ഒരുപാട് മിക്സ് ചെയ്യാൻ പാടാണെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ച് ബീറ്റ് ചെയ്യാം, ബീറ്റർ വെച്ചിട്ടും ബീറ്റ് ചെയ്യാം. നന്നായിട്ട് തന്നെ പതയുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് വാനില എസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നമ്മളൊരു 11 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ്. നമ്മൾ 1 കപ്പ് അളവിന് മൈദ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3/4 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. അളവെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കറക്റ്റായിട്ട് കൊടുക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ 1 ടീസ്പൂൺ വാനില ഫ്ലേവറിലുള്ള ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ ഫ്ലേവർ ചെയ്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ 4 ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർക്കുന്നത്. നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ഉരുക്കിയതെടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർക്കാം. അതായത് 1/4 കപ്പാണ് 3 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. കാരമൽ സിറപ്പ് ഒരുപാട് കൂടരുത്. ഒരുപാട് കൂടിയാൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ല ഹാർഡായിട്ട് ഇരിക്കും. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്കി പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ യഥാർത്ഥത്തിലുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കുള്ള റെസിപ്പിയാണ്. ഇതെന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് കറക്റ്റായിട്ടുള്ള ഒരു രീതിയല്ല. നമ്മൾ സാധാരണ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുന്നത് ബട്ടറൊക്കെ വെച്ചിട്ടാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇത് ബട്ടർ കിട്ടാനില്ലാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ള ഒരു രീതിയാണ് ഇത്. നമ്മൾ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇരുമ്പിൻ്റെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രം ഇറക്കി വെക്കുക. അതിന് മുകളിലായിട്ട് കേക്കിൻ്റെ ടിന്ന് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ അടപ്പെന്ന് പറയുന്നത് ഒരു ഇരുമ്പിൻ്റെ അടപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഒരു പാത്രത്തിനകത്താക്കി ബേക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിനകത്ത് ഉപ്പിട്ടതിന് ശേഷം കേക്ക് ട്രേ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാനിലും ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 15-20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിന് മുകളിലായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് ഒന്ന് നമ്മൾ വീണ്ടും അടച്ചു വെക്കുകയാണ്. എൻ്റെ ഈ അടുപ്പ് എന്ന് പറയുന്നത് ഒരുപാട് നമ്മുടെ ഗ്യാസ് അടുപ്പ് പോലെ പെട്ടെന്ന് അങ്ങനെ കുക്കാവില്ല. അപ്പം കുറച്ചധികം സമയം എടുത്തിട്ടാണ് ഇത് ബേക്കായി വന്നിട്ടുള്ളത്. ഒരു 1.5 മണിക്കൂറിന് മേലെ എടുത്തു ഇത് കറക്റ്റായിട്ട് ഈ കളറിൽ ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ അത് ഓരോ അടുപ്പിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. ടൂത്ത് പിക്കൊക്കെ ഇപ്പോൾ നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് അത്യാവശ്യം നല്ലതായിട്ട് ബേക്കായിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇത് ടിന്നിൽ നിന്ന് മാറ്റുക. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം ആണ് ഇത് കട്ട് ചെയ്ത് എടുക്കുന്നത്. നമ്മുടെ ഈ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു ചെറുതായിട്ടൊരു കയ്പും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ അതുണ്ടാക്കി കഴിഞ്ഞ് ഒരു ദിവസമെങ്കിലും മിനിമം വെച്ചതിന് ശേഷമാണ് നമ്മളത് കഴിച്ച് നോക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. 3-4 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള പ്ലം കേക്കാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു രീതിയാണ്. റിയൽ ആയിട്ടുള്ള പ്ലം കേക്ക് ചെയ്യുന്നത് ഇങ്ങനെയല്ല, ബട്ടറൊക്കെ വെച്ചിട്ട് ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ലാത്തവർ അതുകൂടെ ഒന്ന് കാണണം. അപ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി ഒരു എഗ്ലെസ് കേക്കിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ ബേക്കറി സ്റ്റൈലിലുള്ള റോയൽ ഐസിങ് വെച്ചിട്ടുള്ള പ്ലം കേക്കും നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അതുപോലെ നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള കുക്കീസും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ കണ്ട് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്